So you are Meera Mohandas. Yes, sir. You are joining today. If you allow me, sir. Welcome to Special Investigation Unit. Thank you, sir. IAS കിട്ടിയിട്ടും പിന്നെന്താ IPS എടുത്തേ? അച്ഛൻ പോലീസിലായിരുന്നു, അതുകൊണ്ട് ചെറുപ്പം മുതലേ കാക്കി എനിക്ക് ഇഷ്ടമാണ്. അറിയാലോ, ഇതൊരു സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ്. സർ, തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ള കേസുകൾ മാത്രമാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത്. ഇവിടെ ജോയിൻ ചെയ്യാൻ സാധാരണ ആരും താല്പര്യം കാണിക്കാറില്ല. പക്ഷെ മീര ഈ പോസ്റ്റിംഗ് ചോദിച്ചു വാങ്ങി. എന്താ കാരണം? എനിക്കൊരു നല്ല ഇൻവെസ്റ്റിഗേറ്റർ ആകാനാണ് താല്പര്യം. ട്രെയിനിങ്ങിന് സർ ബെസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സിനിമയെ കാണുന്ന പോലെ വൺ മാൻ ഷോ അല്ല, മറിച്ച് ടീം വർക്കാണ്. ആൻഡ് ടീം ഇസ് ഫാമിലി. നമ്മളെപ്പോഴും ഒറ്റക്കെട്ടായിരിക്കണം. ഗോട്ട് ഇറ്റ്, സർ. മീര കല്യാണം കഴിച്ചാണോ? ഇല്ല. ഗുഡ്. കം ഓൺ, ലെറ്റ്സ് മീറ്റ് അവർ ടീം. ഓക്കെ, സർ. അത് വെച്ച് വേണം അയാളെ ഇനി ഇൻട്രോഗേറ്റ് ചെയ്യാൻ. പക്ഷെ അതിനു മുമ്പ് അയാളുടെ സർ. ഇത് മീര മോഹൻദാസ്, ASP. ഹലോ. ഇന്ന് ജോയിൻ ചെയ്തു ഫോർ ട്രെയിനിങ്. മീര, ഇത് DYSP രാമമൂർത്തി, ചീഫ് ഇൻവെസ്റ്റിഗേറ്റർ. ഹലോ. ഇത് SA അനന്തകൃഷ്ണൻ, സർ. ഫോറൻസിക് ഓഫീസർ അഭിരാമി. സർ. ബാക്കിയുള്ളവരൊക്കെ ഫീൽഡിലാണ്. ഓക്കെ, സർ, ഒരു മിനിറ്റ്. ആലുവ മർഡർ കേസിന്റെ കാര്യമാണ്. ഞങ്ങൾ ബുള്ളറ്റ് മാർക്സ് കമ്പയർ ചെയ്തു. ഇതാണ് ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റിലെ റൈഫിൾ മാർക്സ്, ഇത് പ്രതിയുടെ തോക്കിലെ റൈഫിൾ മാർക്സ്. രണ്ടും പെർഫെക്റ്റ് മാച്ചാണ് സർ. ഗുഡ്. അറസ്റ്റ്. സർ. തോക്കിന്റെ കുഴലിനുള്ളിൽ പ്രത്യേകതരം പൊഴികളുണ്ട്. അതേലുരസി പുറത്തു വരുമ്പോഴാണ് ബുള്ളറ്റിൽ റൈഫിൾ മാർക്സ് ഉണ്ടാവുന്നത്. ഓരോ തോക്കിന്റെയും റൈഫിൾ മാർക്സ് വ്യത്യസ്തമായിരിക്കും, മനുഷ്യരുടെ ഫിംഗർ പ്രിന്റ് പോലെ. അതുകൊണ്ടൊരു വെടിയുണ്ട കിട്ടിയാൽ അത് ഏത് തോക്കിൽ നിന്നാണ് ഫയർ ചെയ്തതെന്ന് കൃത്യമായി പറയാൻ പറ്റും. അതെ, രാത്രി ഫ്രണ്ട്സിന്റെ അടുത്ത് പോകാണ്ട് നേരത്തെ വരണം. പപ്പയും മമ്മി ഡിന്നറിന് വരുന്നുണ്ട്. ശരി ശരി. മറക്കരുത്. ഇല്ല, വരാം. മീര, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അത്ര എളുപ്പമാവില്ല. ആഹാരമൊക്കെ ഒരു സമയത്തായിരിക്കും. എനിക്കത് ശീലമായി. ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ പൂച്ചയെ പോലെ ക്യൂരിയസ് ആയിരിക്കണം, വേട്ടപ്പട്ടിയെ പോലെ ഫെറോഷ്യസ് ആയിരിക്കണം, കത്തിമുന പോലെ ഷാർപ്പായിരിക്കണം. എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ പോലും ഒരു കണ്ണ് തുറന്നിരിക്കണം. മീര ഈശ്വര വിശ്വാസിയാണോ? അതെ. പ്രാർത്ഥിക്കാറുണ്ടോ? ഉവ്വ്. എന്താ പ്രാർത്ഥിക്കാറ്? ഗോഡ് മേക്ക് മീ കറേജിയസ്. പോലീസുകാർക്ക് പറ്റിയ പ്രാർത്ഥന. എന്ന് വെച്ച് ദൈവം നമ്മെ ചുമ്മാതങ്ങ് കറേജിയസ് ആക്കൂല, പിന്നെ പകരം കറേജിയസ് ആവാനുള്ള അവസരം തരും. അതാ ദൈവത്തിൻ്റെ ഒരു രീതി. നമ്മൾ വേണം അവസരം ഉപയോഗപ്പെടുത്തി കറേജിയസ് ആവാൻ. സർ. മീര, ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. ഓക്കെ. ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ സർ. സാറിനും IAS ഉണ്ടായിരുന്നല്ലോ, പിന്നെന്താ IPS എടുത്തേ? വളരെ പാവപ്പെട്ടവരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. എല്ലായിടത്തും ഒരുപാട് അനീതി സഹിച്ചാണ് ഞങ്ങൾ വളർന്നത്. അന്നു മുതലുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു ലോകം. നമ്മളൊരാൾ വിചാരിച്ചാ ലോകം നന്നാവുമോ? അതൊക്കെ ഗട്ട്സ് ഇല്ലാത്തവർ പറയുന്ന ഓരോ ന്യായങ്ങളാണ്. ഞാൻ ഒരാൾ നന്നായ ഈ ലോകം അത്രയും നന്നായെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നീതി നടപ്പാക്കാൻ നമ്മൾ രാജാവോ ജഡ്ജിയോ ഒന്നും ആവണ്ട. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാണെങ്കിലും ഒരു നീതി നടപ്പാക്കിയാൽ മതി, അല്ലെങ്കിൽ അതിന് സഹായിച്ചാൽ മതി. വി ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അതിന് IPSനേക്കാളും നല്ലത് IAS അല്ലേ? നോ, ഐ തിങ്ക് ദ അതർ വേ. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് എന്താണെന്നറിയോ? ആഹാരമോ പണമൊന്നുമല്ല, നീതി. ഏത് കുറ്റകൃത്യത്തിൻ്റെയും ഉത്ഭവം ഒരു അനീതിയിൽ നിന്നായിരിക്കും. നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ പ്രതികരണമാണ് ഓരോ കുറ്റകൃത്യവും. ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ട കേസാണെന്ന് ഇരിക്കട്ടെ, കൊല്ലപ്പെട്ടവൻ ആർക്കാണ് നീതി നിഷേധിച്ചെന്ന് അന്വേഷിച്ചാൽ മതി, പ്രതിയെ കിട്ടും. എന്തായാലും നിന്റെ കുക്കിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറിന് ചോക്ലേറ്റ് പുഡിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ മമ്മി ഉണ്ടാക്കുന്ന ആ മൂസ് കേക്ക് ഇല്ലേ, അതെന്നെ കൂടെ പഠിപ്പിച്ചായിരുന്നേ. ഇനി വരുമ്പോഴാവട്ടെ, ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാം. കൊള്ളാലോ. ആ പപ്പാ, എന്റെ വർക്ക് ഏരിയ. എഞ്ചിനീയറിങ്ങിനോടുള്ള താല്പര്യം കുറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. അത് നല്ലതാ. നമ്മുടെ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഉപയോഗപ്പെടും. വാ, നമുക്ക് പോണ്ടേ? വിളിക്കുന്നുണ്ട്. പോട്ടെ. ഡോക്ടറിന് ഹോസ്പിറ്റലിൽ തിരക്കായതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാം. അതിപ്പോ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നീ ആന്റിയോട് നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി. മരുമോനായിട്ടല്ല, മോനായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത്. എന്തിനും ഞങ്ങളുണ്ട് കൂടെ. എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. മോനൊന്നും ചോദിക്കുന്നില്ലെന്നാ ഞങ്ങളുടെ വിഷമം. എന്നാ ശരി. ശരി. അതെ, ഞായറാഴ്ച രണ്ടുപേരും ഡിന്നറിന് അങ്ങോട്ട് എത്തിയേക്കണം. ഗൾഫിൽ നിന്ന് ചോദിച്ചനും പിള്ളേരും വരുന്നതാ. ഓക്കെ, ഞങ്ങൾ എത്തിയേക്കാം. ബൈ. ബൈ. എങ്ങോട്ടാണെന്ന് സാർ പറഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്ത ആ കേസിൽ അതിലൊരു ഡെവലപ്മെന്റ് ഉണ്ട്. പ്രതി ആരാണെന്ന് ആ പെൺകുട്ടി അന്ന് തന്നെ പറഞ്ഞതാ. പക്ഷെ അവളിപ്പോൾ കാലുമാറി.
റേപ്പ് നടന്നിട്ടേ ഇല്ലെന്നാ പറയുന്നു. അതെന്താ അങ്ങനെ? ഡോക്ടർ അരുണിന്റെ ചികിത്സയിലായിരുന്നു. കേസ് ഒതുക്കാൻ പ്രതിയുടെ ബന്ധുക്കൾ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്തു. ഡോക്ടർ ഇടപെട്ട ആ പെൺകുട്ടിക്ക് വലിയൊരു നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ അവളുടെ പരാതി കിട്ടാതെ നമുക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടേതായ രീതിയിലൊന്ന് അപ്രോച്ച് ചെയ്താലോ? അത് വേണ്ട. ജോൺ സാമുവലിന്റെ സണ്ണിൻലോ ഈ ഡോക്ടർ അരുൺ. മാത്രമല്ല ചില കേസുകളിൽ പോലീസിനെ അയാൾ സഹായിച്ചിട്ടുണ്ട്. ആ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റൂ. നിങ്ങളൊരു നല്ല ഡോക്ടറല്ലേ? നിയമം കയ്യിലെടുത്ത് ഒട്ടും ശരിയായില്ല. സാർ, പ്രതിയെ ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ താല്പര്യം. പക്ഷെ എൻ്റെ താല്പര്യം ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നീതി വാങ്ങിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ പ്രതിയെ ശിക്ഷിക്കുന്നത്. സാർ, അത് വേണം, വേണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷെ അതുകൊണ്ട് മാത്രം അവർക്ക് നീതി ലഭിക്കൂ? ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമോ? അവക്ക് വേണ്ടത് സാമൂഹ്യ നീതിയാണ്. ഈ സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം, അതാണ് അവക്ക് വേണ്ടത്. അത് കൊടുക്കാൻ നിയമത്തിന് സാധിക്കുമോ? സാറിന് ഓഫ് ദ റെക്കോർഡ്, അതൊരു പാവപ്പെട്ട കുടുംബമാണ്. അവളുടെ 2 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള കാശാണ് ഞാൻ വാങ്ങിക്കൊടുത്തത്. സാറിനെ പോലത്തെ ഒരു നല്ല ഓഫീസർ അതിൽ നീതി കാണാതിരിക്കരുത്. ആ കുട്ടിയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ? സോറി മാം, ഹർ കണ്ടീഷൻ സ്റ്റിൽ വെരി അൺസ്റ്റേബിൾ. ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പ്ലീസ് കം. രോഗിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. മെഡിക്കൽ എത്തിക്സിൽ ഞാൻ വെള്ളം ചേർക്കാറില്ല. അത് ഇദ്ദേഹത്തിനല്ലല്ലോ അറിയാം. പിന്നെ ഞങ്ങൾ എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകും? പ്രതിയെ നിങ്ങൾക്ക് അറിയാലോ. 4 സ്റ്റേഷനിലെ 5 കേസുണ്ട് ഇയാൾക്കെതിരെ. എന്തുകൊണ്ട് ആ കേസുകൾ ഉപയോഗിച്ച് ഇയാൾ അറസ്റ്റ് ചെയ്തുകൂടാ? വേണ്ട രീതി ചോദ്യം ചെയ്താൽ അയാളെല്ലാം പറയില്ലേ? പഴയ പോലെ അല്ല ഡോക്ടർ. മനുഷ്യാവകാശ സംഘടനകളൊക്കെ നോക്കിയിരിക്കുക. രോഗിക്കുള്ള പോലുള്ള അവകാശങ്ങൾ കൊല നടത്തിയവന് പോലും ഉണ്ട്. ഒരാളെ കൊലയാളി എന്ന് വിളിക്കണമെങ്കിൽ അയാൾ തന്നെയാണ് കൊല നടത്തിയതെന്ന് തെളിയിക്കാൻ പറ്റണം. അത് സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ കൊലയാളി നമ്മുടെ തൊട്ടു മുമ്പിൽ നിന്നാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നിയമം. ശരിയാണ് സർ. ഏത് കൊല നടത്തിയവനും ഹ്യൂമൻ റൈറ്റ്സിന് അവകാശമുണ്ട്. പക്ഷെ അത് കൊല്ലപ്പെട്ടവന്റെ ഹ്യൂമൻ റൈറ്റ്സിനെക്കാളും വലുതാകാൻ പാടില്ല. എന്ത് മനുഷ്യാവകാശത്തിന്റെ പേരിലായാലും ശരി, അവസാനം കൊല്ലപ്പെട്ടവൻ മണ്ടനും കൊന്നവൻ മിടുക്കനുമാവുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. ആരാ? ഹലോ. ഹലോ മാഡം, ഫോട്ടോ എങ്ങനെയുണ്ട്? ഫോട്ടോ എങ്ങനെയാണെങ്കിൽ വീഡിയോ എങ്ങനെ ഇരിക്കും? എൻ്റെ കയ്യിലുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ ഭർത്താവ് കണ്ട് എങ്ങനെ ഇരിക്കും? വേണമെങ്കിൽ ഇൻ്റർനെറ്റിലൂടാം. നിങ്ങൾ ആരാ? ഞാനൊരു പാവപ്പെട്ടനാ, പേര് ഷൺമുഖൻ. ഭർത്താവിനെ അറിയിക്കാതിരിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ വരണം. 50 ലക്ഷം രൂപയോ? ജോൺ സാമുവലിൻ്റെ മോക്ക് 50 ലക്ഷം എന്ന് പറയുന്നൊരു പോക്കറ്റ് മണി എന്നൊക്കെ എനിക്കറിയാം. നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. കാശിൻ്റെ അത്യാവശ്യം കൊണ്ടാണ്. നാളെ ഈ സമയത്ത് ഞാൻ വിളിക്കാം. കാശ് അവിടെ കൊണ്ടുവരുന്നപ്പോൾ പറയാം. പിന്നെ അതിബുദ്ധി കാണിച്ച് എന്താണ്ടാവെന്നറിയാലോ. പോലീസിനെ അറിയിക്കാൻ എന്നെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കരുത്. ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചോളാം.